63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരഞ്ഞെടുക്കുകയാണ്. പ്രധാന വേദിയിൽ പതാക ഉയർത്തിയതോടുകൂടി കലോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ 10 മണിക്ക് പ്രധാന വേദിയായിട്ടുള്ള MT നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. ആദ്യ ദിവസം 24 വേദികളിലാണ് പ്രധാനമായിട്ടും ഈ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ജനുവരി 4 മുതൽ 8 വരെ നടക്കാൻ പോകുന്ന 8-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ കലോത്സവത്തിന്റെ മാറ്റുരയ്ക്കും മത്സരങ്ങൾ അത് നമ്മളെ കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ 25 വേദികളിൽ 249 ഇനങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിൽ മത്സരങ്ങൾ നടക്കുന്നത്. ഏകദേശം ഒരു 15,000-ത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ ഒരു ഉദ്ഘാടനത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട് വെള്ളാർമല GVHSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സംഘനൃത്തം ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പ്രധാനമായും അതൊരു വലിയൊരു സവിശേഷത തന്നെയാണെന്ന് വേണം പറയാൻ. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ അത് പെൺകുട്ടികളുടെ ഒരു മോഹിനിയാട്ട മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. അർച്ചന ചേരുകയാണ് പ്രധാന വേദിയിൽ നിന്നും. അർച്ചന, ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. വേദികളൊക്കെ തന്നെ സജീവമാകുന്ന ഒരു കാഴ്ച നേരത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരം? തീർച്ചയായും നമ്മളെല്ലാം തന്നെ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 25 വേദികളും പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. കുട്ടികളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. മത്സര ഇനങ്ങൾ തുടങ്ങാൻ ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ മത്സരങ്ങൾ ആരംഭിക്കും. 25 വേദികളിലായി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ, അതായത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1ാമത്തെ വേദിയായ നിളയാണ്. അവിടെ 11 മണിയോടെ മോഹിനിയാട്ടം ആരംഭിക്കും. മാത്രമല്ല, നമ്മൾ ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ മറ്റു കുട്ടികളെ കൂടി, അതായത് ഗോത്രകലയെ കൂടി ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ്. അതാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അത് ഏറ്റവും ചരിത്രപ്രധാനമായ ഒരു നിമിഷം കൂടിയാണ്. അത് ഇന്ന് നടക്കാൻ പോവുകയാണ്. മംഗലം കളിയാണ് ഇന്ന് 11 മണിയോടെ നടക്കാൻ പോകുന്നത്. അത് ഈ വേദി നടക്കും. എന്തായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, കാസർഗോഡിൻ്റെ ഒരു ഗോത്ര കലാരൂപമാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത്. ഈ കല്യാണ ദിവസങ്ങളിൽ അവർ ഈ സന്തോഷത്തോടെ ചുവട് വെക്കുന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, നമ്മൾ കായികമേളയിലെല്ലാം തന്നെ ഇത്തരത്തിൽ സവിശേഷത പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇത്തവണ കലോത്സവത്തിലും സ്കൂൾ കലോത്സവത്തിലും നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരെയും, അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടി ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിലൊരു ചരിത്ര നിമിഷത്തിലേക്ക് കൂടിയാണ് നമ്മൾ എന്തായാലും കടന്നു ചെല്ലുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും ഒരു കലോത്സവത്തിൻ്റെ ആരവത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പ്രധാന ഇനം മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയ പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം തന്നെ വേദികളിലേക്ക് എത്താൻ പോവുകയാണ്. 11 മണിയോടെയാണ് 25 വേദികളിലായി പ്രധാനമായും മത്സര ഇനങ്ങൾ നടക്കാൻ പോകുന്നത്. 254 ഇനങ്ങളാണുള്ളത്. 10,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എന്തായാലും പൂർണ്ണമായും 25 വേദികളും അരങ്ങുണർന്നിരിക്കുന്നു. ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ വേദികളിൽ മത്സരങ്ങൾ ആരംഭിക്കും. അർച്ചന, അതോടൊപ്പം തന്നെ കുട്ടികളോടൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ ഒരു ആവേശം എത്രത്തോളം ഉണ്ടോ? തീർച്ചയായും എല്ലാവരും ആവേശത്തിലാണ്. നമ്മളും രാവിലെ മുതൽ ഈ ആവേശങ്ങളെല്ലാം തന്നെ കാണുകയാണ്. നമ്മളും അതിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. എല്ലാ കുട്ടികളും എത്തിക്കഴിഞ്ഞപ്പോൾ വേദികൾ നമ്മൾ നോക്കിയാൽ വേദികൾ പൂർണ്ണമായും സജീവമായിട്ടുണ്ട്. നിമിഷ നേരങ്ങൾ മാത്രമാണ്. വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇന്നലെ മുതൽ എത്തിത്തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ അവർ ഇന്നലെ മുതൽ അതിൻ്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മുതൽ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടി തന്നെ കുട്ടികൾ അതിൻ്റെ പൂർണ്ണമായി ഇതിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഒരു കലാമാമാങ്കത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. ഇനി എല്ലാ വേദികളും ഇത്തരത്തിൽ നദികളുടെ പേരുകളാണ്. അങ്ങനെ നദി പോലെ ഒഴുകാൻ പോവുകയാണ് കുട്ടികൾ. ആ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും എത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി നിമിഷ നേരങ്ങൾ, ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ മത്സരം ആരംഭിക്കും. അച്ഛൻ, അതോടൊപ്പം തന്നെ ഈ കലോത്സവം കാണാനായിട്ട് എത്തുന്നവരുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്നെത്തുന്ന ഒട്ടനവധി ആൾക്കാരാണ് ഈ ഒരു കലോത്സവം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തലസ്ഥാന നഗരത്തിലേക്ക് ഒഴുകി എത്തുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്കൊക്കെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. QR കോഡ് അടക്കം ഗതാഗതത്തിനാകട്ടെ, അതോടൊപ്പം തന്നെ ഫലം അറിയാനാകട്ടെ, എല്ലാ തരത്തിലും പൂർണ്ണമാക്കി സജ്ജമാക്കിക്കൊണ്ടാണ് ഈ ഒരു കലോത്സവത്തെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. തീർച്ചയായും പൂർണ്ണമായും എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ അവർ എത്തിയത് മുതൽ വലിയ സ്വീകരണമാണ് ഈ കുട്ടികൾക്കെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കിയത്. അതുമുതൽ ഈ വരുന്നത് മുതൽ അവർ ഇവിടുന്ന് പോകുന്നത് വരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അവർക്ക് ഇല്ലാത്ത തരത്തിലാണ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കലാമാമാങ്കത്തിൽ ഗംഭീരമായി അണിചേർന്ന് മടങ്ങിപ്പോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് അങ്ങേയറ്റത്തുനിന്ന് കാസർഗോഡ് മുതൽ കുട്ടികൾ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ ഇന്നലെ ട്രെയിനുകളിൽ യാത്ര ചെയ്ത് രാത്രിയോടെ എത്തി. അവർക്കുള്ള താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരിയായി പല സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തുന്നത്. എവിടെ നിന്നാണ് മക്കൾ വരുന്നത്? ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കന്യാകുളങ്ങര. തകർക്കാൻ പോവല്ലേ? അതെ. കാണാൻ വന്നവരാണോ? അല്ല, നമ്മളിവിടെ
കാണാൻ വന്നവരാണ്. എങ്ങനെയാ പ്രതീക്ഷ? അടിപൊളിയായിരിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടിപൊളിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അനന്തപുരിയിൽ നിന്ന് കുട്ടികളെ നമ്മുടെ നന്ദിയോടെ എസ് കെ വി എന്നാണ് പറക്കെ വരുന്നുണ്ട് കുട്ടികൾ. 40-40 കുട്ടികൾ വരുന്നുണ്ട്. ഇതെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയാണ് വീട്ടിലെത്തിച്ചത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന് മൊത്തത്തിലുള്ള? നന്നായിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് പലയിടങ്ങളിൽ നിന്നായി ഹെഡ് മാസ്റ്ററാണ് നന്ദിയോടെ എസ് കെ വി. ഇങ്ങനെയാണ് പലയിടങ്ങളിൽ നിന്നായി കുട്ടികളെ കാണാൻ വേണ്ടി എത്തുന്നവരുമുണ്ട്. എന്തായാലും പൂർണ്ണമായും അനന്തപുരിയുടെ നഗരം ഇപ്പോൾ ഓണായിരിക്കുകയാണ്. ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണ് ഉദ്ഘാടന ചടങ്ങുകൾക്കുള്ളത്. അതിനുശേഷം ഒരു വലിയ കലാമാമാങ്കമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിന് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആതിര, അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് ആവേശമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്.